എന്താ മാലിനി, നിനക്കൊന്ന് വല്ലാത്ത സന്തോഷം? പറയാം, നീ വാ തുറക്ക്. എന്തിനാ? തുറക്കടി. എന്താ വിശേഷം ഒന്ന് പറ. ഞാൻ ഒപ്പിട്ട് കൊടുത്ത വിവാഹമോചന പത്രിക കോടതി അംഗീകരിച്ചു. അതിനാണ് ഇത്രയും സന്തോഷം? അതേടി, എന്റെ ഹൃദയവും കഴുത്തിലെ താലിയും ഞാൻ ഒരുമിച്ചാണ് വലിച്ചു പൊട്ടിച്ചത്. ഇനി എനിക്ക് ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. എന്തോന്നാ? ഇതുപോലുള്ള മൃഗങ്ങളുടെ കയ്യിൽ ഇനിയും എന്നെ പോലുള്ള പെൺകുട്ടികൾ അകപ്പെടാതിരിക്കാൻ വേണ്ടി എന്റെ ജീവിതം എനിക്കൊരു കഥയായി എഴുതണം. വാ. മാലിനിയോ? എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളമ്മേ. വാ, അകത്തോട്ട് പോകാം. മല്ലി, മല്ലി. എന്താ? ദേ, അപ്പുറത്തെ ബംഗ്ലാവിൽ ഇന്നലെ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. അവിടുള്ള ഒരുത്തൻ ഞാൻ കുളിച്ചോണ്ട് നിന്നപ്പോൾ എന്നെ തന്നെ നോക്കി നിന്നു. ഇപ്പൊ സാരി മാറിയപ്പോഴും അവിടെ വന്ന് നോക്കുന്നു. അവൻ ഏത് നാറിയാ? എനിക്കറിയില്ല. അവന്റെ അണപ്പല്ലടിച്ച് താഴെ ഇടണം. വാടി, നമുക്ക് പോയി ചോദിക്കാം. അയ്യോ വേണ്ട, നീ ഇത്ര പേടിത്തൊണ്ടിയായി പോയല്ലോ. ഇപ്പൊ പോയി ചോദിച്ചില്ലെങ്കിൽ നാളെ നീ കുളിക്കുന്നിടത്ത് അവൻ കയറി വന്നിരിക്കും. വാടി. മിസ്റ്റർ, പുതിയതായി താമസത്തിന് വന്നിരിക്കുന്നത് അനാവശ്യം കാണിക്കാനാണോ? നിങ്ങൾ എന്താണ് പറഞ്ഞത്? കുറച്ചുകൂടി മര്യാദയായിട്ട് ജീവിക്കണമെന്ന്. കാര്യം എന്താണെന്ന് പറയൂ. പ്രായമായ പെൺപിള്ളേർക്ക് അയൽവക്കത്ത് താമസിക്കണ്ടേ? എനിക്ക് മനസ്സിലായില്ല. ആ മുറിക്കുള്ളിൽ നിന്നും ജനാല വഴി നോക്കിയത് ആരാണ്? ഓ, പ്രഭാകരൻ. ആ നോട്ടവും മട്ടും ഒക്കെ കാണണം. ഒരാട്ടോ വെച്ചു കൊടുക്കാൻ തോന്നും. ലക്ഷ്മി, നീയാണ് ഇതിനൊക്കെ കാരണം. പ്രഭാകരനോട് ഞാൻ എന്തു പറഞ്ഞാലും നീ സപ്പോർട്ട് ചെയ്യും. ഇപ്പോഴെന്തുണ്ടായി? എന്തുണ്ടാകാനാ? അയൽവക്കത്തെ പെമ്പിള്ളർക്ക് അവനൊരു ശല്യമായി തീർന്നിരിക്കുന്നു. ഇത് നിങ്ങൾ അവനോട് നേരിട്ട് ചോദിച്ചാ മതി, അതാ നല്ലത്. പ്രഭേ, എന്താ ചേട്ടാ? ആ, ഇങ്ങോട്ട് വാ. അതാ വരുന്നു. നീ അവിടെ എന്ത് ചെയ്യുന്നു? തുണി എടുക്കാതെ വരാൻ പറ്റുമോ? ഇതാ അയാളുടെ അഹങ്കാരം പിടിച്ച വർത്താനം കേട്ടോ? ശരിയാ, ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും തീരാത്ത അഹങ്കാരമാണ് അവന്. ആ, അങ്ങ് വരട്ടെ. എടാ, നീ ഇവരെ നോക്കി ചിരിച്ചോ? എല്ലാരും എന്നെ നോക്കി ചിരിക്കുമെന്നല്ലാതെ ഞാൻ ആരെ നോക്കി ചിരിക്കാനാ? പ്രഭേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം. യമുനയല്ലേ? അതെ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. പ്രഭയെ ഇതിനു മുമ്പ് അറിയുമോ? പ്രഭേട്ടൻ എന്നോടൊന്നിച്ചാണ് വീണ പഠിച്ചത്. യമുനയുടെ കൂടെയുള്ളതാരാ? എന്റെ കൂട്ടുകാരിയാ. ആളല്പം ചൂടാണല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. അതുകൊണ്ട് പരിചയപ്പെടാൻ സമയം കിട്ടിയില്ല. അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? അതുപോലെ തന്നെ. സാറിനെ ഞാൻ ചോദിച്ചെന്ന് പറയണം. പറയാം. എന്റെ കണ്ണു പോയതിനേക്കാൾ എനിക്ക് വിഷമമുണ്ടായി അദ്ദേഹത്തിന്റെ കൈ തുടർന്നു എന്നറിഞ്ഞപ്പോ. അച്ഛൻ ജീവിക്കുന്നതേ ഉള്ളൂ പ്രഭേട്ട. ഞാൻ ഭാഗ്യവാനാണെന്ന് തോന്നുന്നു. അതെന്താ? വീണയിൽ വിരലൊടിക്കാൻ കഴിയാതെ മിന്നിപ്പൊട്ടുന്ന ആളാണ് എന്റെ ഗുരുനാഥൻ. കാഴ്ചയില്ലാത്തത് കൊണ്ട് എനിക്ക് ആ മുഖം കാണേണ്ടി വരില്ലല്ലോ. പിന്നെ യമുനെ, അവിടുത്തെ ജനാല അടച്ചിടരുത്. യമുന വീണ വായിക്കുന്നത് എനിക്ക് കേൾക്കണം. പ്രഭേട്ടന് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ. ഞാൻ എങ്ങനെ വരാനാ? ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോവാം. നമുക്ക് പോകാം. ഞാൻ വരാം. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കോട്ടെ. ശരി ശരി. കലാകാരന്റെ പേര് കാലത്തിനെയും അതിജീവിക്കും. ഞങ്ങളെപ്പോലെയുള്ള MLA-മാർ മന്ത്രിമാരൊക്കെ വെറും നീർക്കുമിളകളാണ്. എല്ലാം ഈശ്വരകാരുണ്യം. എന്റെ എളിയ കഴിവനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. സ്ത്രീധന സമ്പ്രദായത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അതിനൊന്നും വിഷമിക്കണ്ട. അതിന് എത്ര തന്നെ ചെലവായാലും അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. നാളെ ഞാൻ കാർ അയക്കാം. മാരാർ വീട് വരെ ഒന്ന് വരണം. ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാനും പുഷ്പരാജനും കൂടി വരാം. അങ്ങനെയാവട്ടെ. ഞാൻ ആ ഫോട്ടോ ഇനി എടുത്തോണ്ട് വരാം. വീണേ, ഏ, പ്രഭയല്ലേ വീണ വായിക്കുന്നത്? മോള് പോയി അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. ശരി അച്ഛാ.
വിനോദ് നമ്മുടെ മകളോട് കാണിച്ച വഞ്ചനയുടെ വേദന എനിക്കിപ്പോഴാണ് തീർന്നത്. ആ വലിയ അമ്മയുടെ മോനെ ഭർത്താവായിട്ട് കിട്ടുമ്പോഴേ ഞങ്ങളെ ഒന്നും മറന്നു കളയരുത്. ഒന്ന് പോടിയോ വീണേ, ഇവൾക്ക് സമർപ്പിക്കാൻ ഞാനൊരു അപേക്ഷ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപേക്ഷയോ? അതെ, ഇവിടെ MLA അമ്മാവനോട് പറഞ്ഞ് എനിക്കൊരു ജോലി വാങ്ങിച്ചു തരേ. സാർ, എന്റെ അപേക്ഷ സ്വീകരിക്കുമോ? ആലോചിച്ചേ പരിഗണിക്കാൻ പറ്റൂ. കുളിക്കാൻ വരുന്ന വഴിയിലാ ജോലി ചോദിക്കുന്നത്? ക്ഷമിക്കണം, എവിടെ വന്ന് ചോദിക്കണമെന്ന് പറഞ്ഞാ അവിടെ വരാം. പറയാം. ഇത് പിടിക്ക് വീണേ, ഇതെല്ലാം അവളുടെ കയ്യിൽ കൊടുക്ക. എന്തിന്? കൊടുക്കടി. ആ, നിന്നെ ഇന്നു മുതൽ എന്റെ PA നിയമിച്ചിരിക്കുന്നു. ഉത്തരവ്. പിന്നെ വേറെ എന്തെല്ലാം ജോലികൾ ചെയ്യാൻ അറിയാം? മണവാട്ടി അണിയിച്ചൊരുക്കാൻ അറിയാം. പിന്നെ പിന്നെ മണവാളിന്റെ മുറിക്കകത്താക്കിയിട്ട് അയ്യോ പോടെ അവിടുന്ന്. വീണേ, ദാ പ്രഭ വരുന്നു. തപ്പി തടഞ്ഞു വീഴാതെ മോള് പോയി കൂട്ടിക്കൊണ്ടുവാ. വാ പ്രഭേട്ട. ആര്, വീണയോ? അതെ, വരൂ. സാറില്ലേ? MLA കാർ അയച്ചതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് പോയിരിക്കുക. വീണ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല. അതെന്താ, ഇത് കോളേജില്ലേ? കോളേജ് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ക്ലാസ് ഇല്ല. അതുകൊണ്ടാ പോകാത്തത്. ആരെയും സംസാരിച്ച് തോപ്പിക്കാൻ വീണയ്ക്ക് നല്ല സാമർഥ്യം ഉണ്ടല്ലോ. പ്രഭേ, ഇതാ മോനെ കാപ്പി. കാറിലല്ലേ വന്നത്? ഞാൻ അവരുടെ കാറിന് കാത്തു നിന്നില്ല. എന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ല. ആ, യമുനയുടെ കല്യാണക്കാര്യത്തെ പറ്റി ഇതേമ്മയ്ക്ക് കത്ത് ഇല്ല. എന്നാ ഇനി എഴുതണ്ട. അതെന്താ? ആ വിവാഹം നടക്കില്ല. അയ്യോ, ഗ്ലാസ് ഉടഞ്ഞോ? സാരമില്ല മോനെ, ജീവിതത്തിൽ എന്തെല്ലാം വീണുടയുന്നു. സ്ത്രീധനം കൊടുക്കാത്തത് കൊണ്ടാണോ തെറ്റിപ്പോയത്? പണം MLAക്ക് ഒരു പ്രശ്നമല്ല. കോടിക്കണക്കിന് അയാൾക്ക് സമ്പാദ്യമുണ്ട്. പിന്നെന്താ അവരുടെ മനസ്സ് പെട്ടെന്ന് മാറിപ്പോയത്? ഈ വിവാഹം വേണ്ടെന്ന് വെച്ചത് അവരല്ല, ഞാനാണ്. നിങ്ങളോ? ആ MLAയുടെ മകൻ ഒരു മാനസിക രോഗിയാണ്. വർഷങ്ങളായി ചികിത്സിച്ചിട്ടും അവന് ഭ്രാന്ത് മാറിയില്ല. ഇനിയൊരു വിവാഹം കഴിപ്പിച്ച് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടിയാണ് അവരിവിടെ ആലോചനയ്ക്ക് വന്നത്. ദൈവമേ, എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം. പ്രഭേട്ട, ആ രാഗം വായിക്കരുത്. യമുനേ,